അമ്മ എന്തെന്ന് പരിപാടി? ഇന്ന് അമ്മ മുരിങ്ങക്കായും പരിപ്പും കൂടി നമ്മുടെ മുരിങ്ങക്കായൊക്കെ 2-3 കിട്ടിയിട്ടുണ്ട്. 2-3 കായ് കിട്ടി. അപ്പൊ ഒരു മാങ്ങയും ഒരു തക്കാളി ഇട്ടിട്ട് നമുക്ക് പരിപ്പിട്ട് വെക്കാം. അമ്മ ആ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചു. അപ്പൊ അതാ മുരിങ്ങക്കായും തക്കാളിയും കൂടി വേകാൻ വെക്കാൻ പോകും. ഓക്കെ, മുരിങ്ങക്കായും തക്കാളിയും ആദ്യം ഇട്ട് കൊടുക്കുക അല്ലേ? ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മുളക്, മല്ലി, മഞ്ഞ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനി വേകട്ടെ അല്ലേ? ഇത് വെന്ത ശേഷം നമുക്ക് മാങ്ങിയിടുക, തേങ്ങ കലക്കി ഒഴിക്കുക, താളിക്കുക. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ പണിയുള്ളൂ. ശരി, എന്നാ വേകട്ടെ അല്ലേ? ശരി. മുരിങ്ങക്കായൊക്കെ വെന്തു. അപ്പൊ അമ്മ മാങ്ങിയിടും. മാങ്ങ അല്ലേ? മാങ്ങിയിട്ട് അധികം വേകണ്ട. അപ്പൊ അമ്മ തേങ്ങ കലക്കി ഒഴിക്കും. മാങ്ങിയിട്ട് ഓവർ വന്ന പണി കിട്ടില്ല. പുളിപ്പ് കൂടും. മാങ്ങിയിട്ടതും തേങ്ങ ഇലക്കി ഒഴിക്കുക. അപ്പൊ ഒറ്റ തിറക്കി ആവും. മതി. അത്രയ്ക്ക് മാങ്ങ വേകണ്ടേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ മാങ്ങയും നമ്മുടെ മുരിങ്ങക്കായും ഒക്കെയാണ്. അപ്പൊ ആദ്യമായിട്ട് കിട്ടിയതല്ലേ പറഞ്ഞിട്ടാണ് അമ്മ വെക്കുന്നത്. മുരിങ്ങക്കായ ആദ്യമായിട്ട് കിട്ടിയതാണ്. പക്ഷെ കാണാൻ വലിപ്പമുണ്ടെങ്കിലും മൂപ്പില്ല, ഇളമ്പാണ്. മൂത്തിട്ടില്ല. ഇനി താളിക്കാനല്ലേ അമ്മ? തളിച്ചിട്ട് നമുക്ക് താളിക്കാം. അതിന് റെഡി കഴിഞ്ഞു. താളിക്കാൻ പാത്രം അടുപ്പത്ത് വെച്ചു. അപ്പൊ അത് നമുക്ക് കൂട്ടാൻ തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് താളിച്ചു കൂട്ടാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പൊ അമ്മ അതാ അതിലേക്ക് വേണ്ട കടുകിട്ട് കൊടുക്കണം. 2 വറമുളക്, ചുവന്നുള്ളി ചേർത്തതും കറുവപ്പുളി. കറുവപ്പില. കൂട്ടാൻ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കൂട്ടാനാണ്. വേഗം പണിയൊരുങ്ങി. അപ്പം എൻ്റെ മക്കളും ഇതേപോലെ 2 മുരിങ്ങക്കായും ഒരു മാങ്ങയും ഒരു തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായ ഒരു കൂട്ടാൻ. നല്ല വായിക്ക് നമുക്ക് അങ്ങനെ വായിക്ക് നല്ല ഇഷ്ടപ്പെട്ട കൂട്ടാനാണ്. എല്ലാവരും വെച്ച് നോക്കുക. എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ അമ്മനെ അറിയിക്കുക. അതന്നെ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.